ഡൽഹിയിൽ ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയുടെ അഭിഭാഷകന്റെ വാഹനത്തിന് നേരെ വെടിവെപ്പ്. അഡ്വക്കേറ്റ് ദീപക് ഖത്രിക്ക് നേരെയാണ് വെടിവെപ്പുണ്ടായത്. ബൈക്കിലെത്തിയ 3 അക്രമികളാണ് വെടിയുതിർത്തത്. ബൽറാം നെടുങ്ങാടി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഇത് എപ്പോഴായിരുന്നു സംഭവം? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്നലെ രാത്രി 10:30 ഈ സംഭവം ഉണ്ടായത്. ഡൽഹിയിലെ തിരക്കേറിയ പ്രദേശമായ കശ്മീരി ഗേറ്റിന് സമീപം നിർത്തിയിട്ടിരുന്ന ഒരു സിയാസ് കാറിന് നേരെയാണ് വെടിവെപ്പ് ഉണ്ടായിരുന്നത്. 5 പേരായിരുന്നു ഈ കാറിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിൽ ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയുടെ അഭിഭാഷകൻ ദീപക് ഖത്രി അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. ഒരു NGOയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവർ ഈ പ്രദേശത്തെത്തിയത് എന്നാണ് പിന്നീട് പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഇവർ ഈ വാഹനത്തിലിരിക്കെ പുറകിൽ നിന്നും എത്തിയ ഒരു സ്കൂട്ടറിലെത്തിയ 3 അക്രമികളിൽ ഒരാളായിരുന്നു ഈ വാഹനത്തിന് നേരെ തുടർച്ചയായി വെടിയുതിർത്തത്. ഈ വെടിവെപ്പിൽ വാഹനത്തിലുണ്ടായിരുന്ന സന്ദീപ് എന്നയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ ഈ NGOയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നയാളാണ്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ പോലീസ് എത്തിയപ്പോഴാണ് താൻ ലോറൻസ് ബിഷ്ണോയുടെ അഭിഭാഷകനാണ് എന്ന ദീപക് വെളിപ്പെടുത്തിയത്. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ലോറൻസ് ബിഷ്ണോയുടെ കേസുകളിൽ ഹാജരായിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. സംഭവം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടി, ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.